ചർച്ചയിലേക്ക് വന്നു. എം വിജിൻ, ഇപ്പൊ മുഖ്യമന്ത്രി ആഹാരം കഴിക്കാൻ പോയി, മുഖ്യമന്ത്രി സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തു, മുഖ്യമന്ത്രി നാട മുറിച്ചു, ഉദ്ഘാടനം ചെയ്തു, യാത്ര ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കപ്പുറത്തൊരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. ഭരണത്തിന്റെ ഫെയിലിയർ എന്നത് സംബന്ധിച്ച് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്ത് വസ്തുതയാണുള്ളത്? അല്ല, ഇവിടെ അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. കാരണം ഈ ദുരന്ത മേഖലയിൽ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഭരണ സംവിധാനം ഏകോപിപ്പിച്ചുകൊണ്ട് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ഒക്കെ ചേർന്നുകൊണ്ട് കോർഡിനേഷൻ ഉണ്ടാക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അതൊന്നും അവിടെ നടന്നിട്ടില്ല. ആ കോർഡിനേഷൻ നടക്കാത്തൊരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരം യാത്രകൾ നടത്തുകയും സൽക്കാരത്തിൽ പങ്കെടുക്കുകയും കട ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അവിടെയാണ് വിമർശനം. ഇവിടെ നേരെ മറിച്ച് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇരുന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുകയും, നേരത്തെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ഇരുന്ന് ഇതിൻ്റെ ഏകോപനങ്ങൾക്ക് അദ്ദേഹം അവിടെ ഇരുന്ന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ആ ഏകോപനത്തിനിടയിലെ ഭക്ഷണം ആരെങ്കിലും ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുമോ? നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇവിടെ എല്ലാ സംവിധാനങ്ങളും തകർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ കോഴഞ്ചേരി അവിടെയുള്ള നമ്മുടെ DYFI പ്രവർത്തകർ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ക്യാമ്പിൽ അവർ പറഞ്ഞു ഇന്നലെ രാത്രി വെളിച്ചുണ്ടായില്ല. CPMൻ്റെ പ്രവർത്തകരാണ് ജനറേറ്റർ കൊണ്ടുവന്ന് രാത്രി വെളിച്ചമുണ്ടാക്കിയത്. ഇന്നിപ്പോൾ ഒരു ലോഡ് ഭക്ഷണങ്ങൾ, അരിയും വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റുകളൊക്കെ ആയിട്ട് DYFIയുടെ വാഹനം പോയിട്ടുണ്ട്. നാളെ ഇപ്പോൾ വീണ്ടും 2 വാഹനങ്ങൾ പോവുകയാണ്. അവിടെ ഒരു കോർഡിനേഷൻ, പരസ്പരം വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇതുവരെ വന്നിട്ടില്ല. മന്ത്രിമാർ ജില്ലകളിലുണ്ട് എന്നൊക്കെ പറയാമെങ്കിലും കോർഡിനേഷൻ ഉണ്ടാകുന്നില്ല. ഇന്ന് തന്നെ മാധ്യമങ്ങളിലൂടെ ക്യാമ്പിലുള്ള ജനങ്ങൾ പങ്കുവച്ചത്, ഇവിടെ ഇപ്പോൾ ശ്രീ ജിൻഡോ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ മാധ്യമ ചർച്ചയുടെ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് ഇടയ്ക്കൊരു നൈസായിട്ട് എന്താണ് ബിജിലി മോനൊക്കെ പറയാണ്ട്. ബിജിലി മോൻ എന്നൊക്കെ യാഥാർത്ഥ്യം എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്നലെ ആ അമ്മ മാധ്യമങ്ങളോട് നെഞ്ചുപൊട്ടിയിട്ടാണ് അക്കാര്യം പറഞ്ഞത്. പിന്നീട് അവർ തന്നെ ഇപ്പോൾ ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മരുമകൾ അവിടുത്തെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവൾ മുന്നിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് മാറ്റി പറഞ്ഞത്. മൂന്നാമത് കൃത്യമായ കാര്യം പറഞ്ഞു. 2018 ക്യാമ്പിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, അത് ഓണായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നതെന്നൊക്കെ അവർ വീണ്ടും പറയും. അതുകൊണ്ട് നൈസായിട്ട് അത്തരം കാര്യങ്ങൾ പറയരുത്. പിന്നെ അദ്ദേഹം ഷിരൂരിൻ്റെ കാര്യം ഇവിടെ പറയുകയാണ്. ഷിരൂരിൻ്റെ കാര്യത്തിൽ വലിയ വിമർശനം തന്നെയാണ്. ശ്രീ ജിൻഡോ അവിടെ ഷിരൂരിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ കൂടി അവിടെ കേന്ദ്രീകരിച്ച് പോയി നിന്നൊരാളാണ്. അതിൻ്റെ അർജുനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും വാഹനം തിരിച്ചെടുക്കുന്നതിനും അദ്ദേഹത്തെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ തിരച്ചിലിൽ ദിവസങ്ങളോളം ഷിരൂരിൽ പോയി നിന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം അവിടെ എന്താണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ഗവൺമെൻറ് ചെയ്തത്. ഞങ്ങളെയൊക്കെ പറ്റുകയായിരുന്നു. മാധ്യമങ്ങൾ 2 കിലോമീറ്റർ അപ്പുറം അടച്ചിട്ട് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്താതെ ആരോടും പറയാതെ അവസാനിപ്പിച്ച് അവസാനം കേരളത്തിൽ നിന്നുൾപ്പെടെ വലിയ സമ്മർദ്ദം വന്ന് 72 ദിവസങ്ങൾ കഴിഞ്ഞ് നേരത്തെ തന്നെ എവിടെയാണ് ഈ ലോറി എന്നുൾപ്പെടെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും അത് എടുക്കാൻ തയ്യാറാകാതെ പിന്നീട് കേരളത്തിൽ നിന്ന് നിരന്തരമായ നേതാക്കന്മാരുടെ സമ്മർദ്ദം ഉണ്ടാക്കി ഇവിടെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ തുടർ നടപടി. അതവിടെ നിൽക്കട്ടെ, ഞാൻ അദ്ദേഹം നൈസായിട്ട് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ആ വിമർശനം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ഏകോപനം ഉണ്ടായിട്ടില്ല. ഏകോപനം ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കല്ലേ? ആ മുഖ്യമന്ത്രി ഞങ്ങൾ ഏതെങ്കിലും ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഈ പ്രവർത്തന നേതൃത്വം കൊടുത്തിട്ട് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ സൽക്കാരത്തിന് പോയിട്ടില്ല എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കട ഉദ്ഘാടനം മാറ്റിവെക്കുമായിരുന്നു എന്നതേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഏകോപനത്തിന് നേതൃത്വം കൊടുക്കണമായിരുന്നു എന്ന വിമർശനത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ അത്തരം വിഷയങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. ഇന്നലെ മരിച്ചവരുടെ കണക്ക് പോലും മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രി 2 കണക്കല്ലേ പറയുന്നത്. അവിടെ തന്നെ കാണുന്നില്ലേ ഏകോപനത്തിന്റെ പ്രശ്നം എന്താണ്? ഇന്നും ക്യാമ്പുകളിലേക്ക് ആ ഏകോപനം എത്തിയിട്ടില്ല. ആ എത്താത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കേരളത്തിലെ ഗവൺമെന്റിനാണ്. ആ ഏകോപനം അവർ നടത്തുന്നതിൽ പരാജയപ്പെട്ടു പോയി. ഇവിടെ ചർച്ചയിൽ ഞാൻ വന്ന ഉടനെ രാഷ്ട്രീയം പറയുന്നു. രാഷ്ട്രീയം പറയേണ്ട സാഹചര്യത്തിൽ പറയണ്ടേ? ദുരന്തമുഖത്ത് ജനങ്ങളെല്ലാം ഇത്രയും ഗുരുതരമായ സാഹചര്യം അഭിമുഖീകരിക്കുമ്പോൾ ഈ സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തെ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തമാണ്. അത് രാഷ്ട്രീയമെങ്കിൽ അത് പറയുക തന്നെ ചെയ്യുന്നേ. അത്രയും പരാജയപ്പെട്ടു പോയി ഈ ഗവൺമെന്റ് എന്നിടത്ത് അത് തിരുത്താൻ കൂടിയാണ് പറയുന്നത്. അപ്പൊ പരിഹാസേന ഞാൻ ഭക്ഷണം കഴിച്ചു പോയി എന്ന് മാധ്യമ സമ്മേളനം നടത്തി മറുപടി പറയലല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം എന്നത്. ഇവിടെ ചില തെറ്റായ പ്രചരണങ്ങൾ അതിന്റെ ഭാഗമായി നടത്തി. LDFന്റെ ഏകോപനത്തിന്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനതിന്റെ രേഖ പൂർണ്ണമായി എടുത്തിട്ട് തന്നെയാണ് ഈ മാതൃഭൂമിയുടെ ചർച്ചയിൽ വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കോർഡിനേഷൻ നടത്തിയത്, ആരൊക്കെയാണ് ഏകോപനത്തിന് നിശ്ചയിച്ചു കൊടുത്തത്, ആർക്കൊക്കെയാണ് ക്യാമ്പുകളുടെ ഉത്തരവാദിത്തം കൊടുത്തത്, ആരൊക്കെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 12,000
31,253 ക്യാമ്പുകൾ മാതൃകാപരമായി നടത്തി. ജിൻഡോ അതിനിടയിൽ പറയാണ് എന്തോ ഫണ്ട്, ഏത് ഫണ്ട് തട്ടിപ്പാ? ഓമനക്കുട്ടന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയ വാചാരോപണമാണോ നിങ്ങൾ പറയുന്ന ഫണ്ട് തട്ടിപ്പ്? ആ നിലയിലേക്കല്ല നിങ്ങൾ പറയേണ്ടത്. ആ ഗവൺമെന്റ് ഏകോപനത്തെ മികവുറ്റതായിരുന്നു. ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതും പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിന്റെ ദുരന്തമുഖത്ത്. പക്ഷേ ഇന്ന് ഈ തീവ്രമായ മഴ വന്നപ്പോൾ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചതിന്റെ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്ന മുന്നറിയിപ്പില്ലാതെ എന്ന പ്രശ്നം നിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനത്തിന്റെ കൂടി ഭാഗമായിട്ടുണ്ടാവുകയാണ്. 2018 മനുഷ്യനിർമ്മിതമെന്ന് പറഞ്ഞവർ ഇന്ന് പറയാണ് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടേ, കേരളത്തിന്റെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തടിതപ്പ് നിലയിലേക്കുള്ള ഒരു പത്രസമ്മേളനം കൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയത്. അത് കാലം, ഞാൻ കെ മുരളീധരന്റെ പ്രയോഗം ഇവിടെ പറയുന്നില്ല, അതെല്ലാവർക്കും കേട്ട ഒന്നാണ്. ഇന്ന ആളുകൾ ഭരിക്കുമ്പോൾ ഇന്നൊക്കെ പ്രശ്നം വരും എന്നത് അത് കണ്ടോളണം. ഇത് അപകടകരമായ വിധത്തിൽ കൈകാര്യം ചെയ്യരുത്. ജാഗ്രത ഉണ്ടാകണം, തിരുത്തണം. ജനങ്ങളുടെ ജീവനാണ്, ജീവിതമാണ്. അത് ഈ ഗവൺമെന്റ് ബോധ്യമാണ്. അതിന് രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം അത് പങ്കുവെക്കുക തന്നെ ചെയ്യും. ശരി, ഓക്കെ.